ഹലോ യൂട്യൂബ്. അപ്പോ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും നത്തിങ് ഫോൺ 2A ഷുഡ് യു ബൈ. അതിപ്പം മേടിക്കണോ അതോ വെയിറ്റ് ചെയ്യണോ? അത് വേറൊന്നും കൊണ്ടല്ല, അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു. സോ ഇസ് നത്തിങ് ഫോൺ 2A 30,000 ആസ് യു ക്യാൻ സീ എന്റെ കയ്യിൽ ഫോണില്ല. ഓക്കെ, സോ ഇത് റിവ്യൂ വീഡിയോ അല്ല. ആൻഡ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലാസ്റ്റ് വരെ കാണാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ചെറിയ വീഡിയോ ആയിരിക്കും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 2A നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇറങ്ങി 30,000 താഴെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന മാർക്കറ്റ്. സോഫ്റ്റ്വെയർ അറിയാം, നത്തിങ്ങിന്റെ സോഫ്റ്റ്വെയർ അടിപൊളിയാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി സോഫ്റ്റ്വെയർ ആണെന്നും പറയാനില്ല. ബട്ട് ഞാൻ എന്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്യണോ അതോ വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 1-ാം തീയതി OnePlus Nord CE4 ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞാണായിരിക്കും. അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ചൈനയിൽ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്നുള്ളൂ. നിങ്ങളുടെ OnePlusന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാം ഏപ്രിൽ 1-ന് സാധനം ഇറങ്ങുന്നുണ്ട്. ആൻഡ് അത് 30,000 താഴെ വരാൻ വളരെ വലിയ ചാൻസ് ഉണ്ട്. 30,000 താഴെ തന്നെ വരത്തുള്ളൂ. നോട്ട് സീരീസ് ഒക്കെ അങ്ങനെയാണ്. സോ എന്തുകൊണ്ട് അതിലോട്ട് പോകും എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നത്തിങ് ഫോൺ 2-ൽ വരുന്ന പ്രൊസസർ മോശപ്പെട്ട പ്രൊസസർ ഒന്നുമല്ല. Dimensity 7200 Ultra ആണ് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ നത്തിങ് 2-ൽ ഇപ്പൊ ഞാൻ ട്വിറ്ററിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ കുറെ യൂസേഴ്സ് ഓരോ സംഭവങ്ങൾ പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഫോണൊന്നും കിട്ടത്തില്ല, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറയാണ്ട് ഫോണൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് ഫോൺ കൊടുക്കത്തുള്ളൂ. സോ ഞാനിപ്പം ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് സംഭവങ്ങൾ ഷെയർ ചെയ്തു. ഒരാള് ട്വിറ്ററിൽ ഒരു പുള്ളി ഷെയർ ചെയ്ത നത്തിങ് ഫോൺ 2A എന്നുള്ള സാമ്പിൾ ഫോട്ടോ ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം എഡ്ജ് ഡിറ്റക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ആളുടെ ആത്മാവിനെയും കൂടെ ചേർത്താണ് എഡ്ജ് ഡിറ്റക്ട് വെച്ചിരിക്കുന്നത്. സോ ക്യാമറ അടിപൊളിയൊന്നും അല്ല, ഓക്കെ ക്യാമറയാണ് നത്തിങ്ങിന്റെ അത് വന്നത്. പിന്നെ അതുപോലെ തന്നെ ചില യൂസേഴ്സ് ഒക്കെ ഇതിന്റെ ഫ്രെയിം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കാവുന്ന അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബോഡി ബാക്കിൽ തന്നെ ഗ്ലാസ് ഒന്നും അല്ല, പ്ലാസ്റ്റിക് ആണ് ഫുള്ള്. കാരണം ഇത്രയും പൈസക്ക് ഇറങ്ങുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാം നത്തിങ്ങിന്റെ സോഫ്റ്റ്വെയർ അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. അതൊക്കെ അവിടെ കിട്ടെ. ഫോൺ നല്ല ഫോണൊക്കെ തന്നെയാണ്. ഞാൻ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നത് OnePlus Nord CE4 വരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3 അതൊരു ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ 7 Gen 1 ചില സെനാരിയോസിലൊക്കെ 8 Gen 1-നേക്കാളും സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബെഞ്ച് മാർക്സ് ഒക്കെ. അതുകൊണ്ടേ വന്നു 7 Gen 3. സ്നാപ്ഡ്രാഗൺ ഡിവൻസിറ്റിയെക്കാളും സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊസറാണ്. പിന്നെ 7 Gen 3 4 nm ആർക്കിടെക്ചറിൽ നിന്ന് പ്രൊസർ ആയതുകൊണ്ട് സ്നാപ്ഡ്രാഗൺ ആയിരിക്കും ഈ മിഡ് റേഞ്ച് ഫോൺസിലൊക്കെ കുറച്ചും കൂടെ പ്രിഫറബിൾ. നമ്മുടെ ഡിവൻസിറ്റി കൊള്ളത്തില്ലെന്നല്ല, നല്ലതാണ്, ബട്ട് സ്നാപ്ഡ്രാഗൺ ആണ് ബെറ്റർ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെയിറ്റ് ചെയ്യൂ എന്ന്. ഇത്ര നാളായി. ഇപ്പൊ തന്നെ ഏപ്രിൽ ആവാറായിരുന്നു. 10 മാസം ഏപ്രിലാണ് സാധനം ഇറങ്ങൂടാ. അപ്പൊ രണ്ടും കൂടെ നോക്കിയിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. 30,000 താഴെ ഫോൺ നോക്കുന്നവർക്ക്. 30 മുകളിലാണെങ്കിൽ iQOO Pro ഉണ്ട്, 12R ഉണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതല്ലേ 30 താഴെ ഈ ബഡ്ജറ്റ് സെഗ്മെന്റ്സിൽ നോക്കി കടന്ന് കളിക്കുന്ന ഒരു കുറെ പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സോ അതും കൂടെ ചെക്കിട്ട് എടുക്കുന്നതായിരിക്കും, ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ചാടിക്കയറി എടുക്കുന്നതിനേക്കാൾ അതിൽ ഇത്ര വെയിറ്റ് ഇതില് കാത്തിരിപ്പിന്റെ ഒരു സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര ചെറിയ വീഡിയോ ആയിരുന്നു. വലുതായി കഴിഞ്ഞാൽ ആരും കാണത്തില്ല എന്നറിയാം. സോ ഇത്തരം തന്നെ കാണുമെന്ന് അറിയത്തില്ല. സോ അപ്പൊ ഞാൻ ഇതുപോലത്തെ വീഡിയോസും അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ വൈൻസ് രീതിയിൽ ടെക്കിന്റെ ഇടുന്നുണ്ട്. അതൊക്കെ കണ്ടു നോക്കൂ. ഇൻസ്റ്റാഗ്രാമിലും ആക്റ്റീവാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ താഴെ തുടക്കം തൊട്ടൊരു പേര്, അത് ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പേരാണ്. അതിന് എന്റെ യൂട്യൂബ് ചാനൽ വരും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ചോദിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. പറഞ്ഞു അടുത്തു.